ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഈ വീഡിയോ ആക്ച്വലി ഗോവയിൽ മഴ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ ബോഗ്മല്ലോ ബീച്ച് പോയൊരു വീഡിയോ ആണ്. സൗത്ത് ഗോവയിലുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള എന്നാൽ അധികം ക്രൗഡഡ് അല്ലാത്ത ഒരു ബീച്ചാണ് ബോഗ്മല്ലോ ബീച്ച്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 3-3.5 കിലോമീറ്ററേ ഉള്ളൂ ഈ ബീച്ചിലോട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ബീച്ചിലേക്ക് പോകുന്നത് ഒരു പതിവാണ്. വേറൊന്നും അല്ല, നമുക്കിപ്പോൾ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റിയൊരു സ്ഥലമാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യാതെ 3-3.5 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ ഇവിടെ ട്രാഫിക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് എത്തും. നല്ലൊരു സ്ഥലമാണ്, നല്ല വൈബാണ്. ഈവനിങ് ഒക്കെ പോയാൽ നമ്മളവിടെ ഇങ്ങനെ ഇരുന്ന് പോവും. അത്രയും ഭംഗിയാണ് കാണാൻ. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല. ഇതിനടുത്ത് കുറേ റിസോർട്ട്സൊക്കെ ഉണ്ട്. നമ്മളവിടെ ഇപ്പോൾ ഫോറിനേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പോകുന്ന സമയത്തൊന്നും അങ്ങനെ അധികം തിരക്കൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കണ്ണനും ഞാനുമാണിത്. ഇങ്ങനെ കണ്ണന് ഞാൻ അവിടെയുള്ള ഓരോ ഇങ്ങനെ ബോട്ട് പോകുന്നതും ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഞങ്ങൾ പോയ സമയത്ത് ഇങ്ങനെ ബോട്ടിങ്ങും മറ്റേ പാരാ ഗ്ലൈഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ കടലിൽ ആദ്യമായിട്ട് ബോട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഞാനും കണ്ണനുമാണിത്. കണ്ണൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്പാടിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു അമ്പാടി. പേടിച്ചിരിക്കുമായിരുന്നു. ഇങ്ങനെ തിരക്കനുസരിച്ചിട്ട് ഈ ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ കായലിലും ഡാമിലൊക്കെ ബോട്ടിങ്ങിന് പോകുന്ന പോലെയല്ല, ഇതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. അപ്പോൾ ഈ പാരാഗ്ലൈഡിംഗ് ഒക്കെ അവിടെ ചെയ്യുന്നതൊക്കെ നമ്മൾ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെ സൂര്യാസ്തമയം, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ലൊരു വൈബായിരുന്നു. ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അതുപോലെ ഈ ബീച്ചിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്ട്രീറ്റിൽ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റിയ കുറേ ഗോവ ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റ് ഷോപ്പിങ്സ് പുറത്ത് പോയിട്ടുള്ള ഓരോ ബീച്ചുകൾ, അതുപോലെ ഞാൻ ഡോണാപോള പോയപ്പോൾ അവിടെയുള്ള സ്ട്രീറ്റിനൊക്കെ വെച്ചിട്ട് എനിക്കിവിടെ നല്ല റേറ്റ് കൂടുതലാണ്. നമുക്കത് ആദ്യം അറിയില്ലായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങളിവിടെ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ പോയാലൊന്നും അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല, കാരണം ഇവിടെ ഭയങ്കര റേറ്റാണ്. കണ്ണൻ നന്നായിട്ട് ബീച്ചിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ണന് ഒട്ടും പേടിയില്ല. ഇങ്ങനെ ടൈഡൊക്കെ വരുന്നതിനനുസരിച്ച് അവൻ അവിടെ ഇങ്ങനെ കളിക്കും, നന്നായി എൻജോയ് ചെയ്യും. ഞാൻ പുറകിൽ തന്നെ ഉണ്ട്, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അമ്പാടി അങ്ങനെയല്ല. അമ്പാടിക്ക് ഒട്ടും ബീച്ച് പറ്റില്ല. അവൻ താഴെ ഇറങ്ങില്ല. അവനിങ്ങനെ ഞാനും ഹസ്ബൻഡും മാറി മാറി എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അമ്പാടി ബീച്ചിൽ ഇറങ്ങാതെ ആ കടലിൻ്റെ കരഭാഗത്ത് പോലും, ആ മണലുണ്ടല്ലോ സോഫ്റ്റായിട്ട്, അവിടെ പോലും അമ്പാടി നിൽക്കില്ല. കാരണം അമ്പാടിക്ക് അത്രയും പേടിയാണ്. ആ ഒരു സൗണ്ടും ഇതൊക്കെ ആയിട്ട് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ കുറേ കണ്ണനെ കളിപ്പിച്ചു. പിന്നെ ഞാൻ അമ്പാടിയെ എടുത്തിട്ട് പിന്നെ ഹസ്ബൻഡ് കണ്ണനെയായിട്ട് ബീച്ചിലോട്ട് ഇറങ്ങി. പിന്നെ അച്ഛൻ കുറേ കണ്ണനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അവിടെ ആ സൂര്യാസ്തമയം കാണാൻ ഞങ്ങൾ ആ പോയ ദിവസം നല്ല രസമുണ്ടായിരുന്നു. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ ഇവർ കളിക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു സീനറിയോട് കൂടിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു. ഇവിടെ സൗത്ത് ഗോവയിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് പോവാനും എന്നാൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള നല്ല നീറ്റായി ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും അവിടെ. പിന്നെ കുറച്ച് ഈവനിങ് ടൈം നമ്മളിങ്ങനെ വീട്ടു ജോലിയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഡെയിലി നമ്മുടെ റുട്ടീൻ അത് തന്നെയാണല്ലോ, ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോഴൊക്കെ ഈ ഇങ്ങനെ ബീച്ചിലൊക്കെ പോയിരിക്കുന്നത് എനിക്ക് ഭയങ്കര റീഫ്രഷ്മെൻ്റാണ്, മൈൻഡിന് നല്ലൊരു റിലാക്സേഷനാണ്. ഞാനിങ്ങനെ അമ്പാടിയും മടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കും അവിടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.